കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം ആഘോഷിക്കുന്ന തിരക്കിലാണ്. എന്നാൽ പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം ആഘോഷിക്കുന്നവരും പാലക്കാട് കോൺഗ്രസിന് വോട്ട് നൽകിയ മതേതര വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നിരുന്നു. കോൺഗ്രസും BJPയും 75ഓളം മണ്ഡലങ്ങളിൽ നേർക്കുനേർ പോരാട്ടം നടത്തിയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാടിയ 75 മണ്ഡലങ്ങളിൽ 65ഇടത്തും BJP വിജയിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെറും 10 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. അതായത് എവിടെയാണോ BJPയെ പരാജയപ്പെടുത്തേണ്ടത്, എവിടെയാണോ BJPയുമായി നേർക്കുനേർ പോരാട്ടം നയിക്കേണ്ടത്, അവിടെയെല്ലാം പരാജയപ്പെടുക എന്ന സ്ഥിരം സമീപനം തന്നെയാണ് കോൺഗ്രസ് ഇത്തവണയും മഹാരാഷ്ട്രയിൽ തുടർന്നു പോകുന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വിദർഭ മേഖലയൊക്കെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി. അവിടെ പോലും BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ച സീറ്റുകളിൽ 60 മുതൽ 80% വരെ സീറ്റ് വിജയിച്ചിരിക്കുന്നത് BJPയാണ്. മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങൾ സമ്മാനിച്ച ഒരു സംസ്ഥാനമായിരുന്നു. ലോക്സഭയിലെ കണക്കുകൾ പ്രകാരം BJPക്ക് വെറും 9 ലോക്സഭാ സീറ്റുകൾ ജയിക്കാനായപ്പോൾ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് 13 സീറ്റുകൾ വിജയിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ. അതേ മഹാരാഷ്ട്രയിൽ എവിടെയാണോ ജനവികാരം BJPക്കെതിരായി നിന്നത്, അവിടെ തന്നെ പരാജയം ഒരുക്കി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJP ഒരു വലിയ വിജയം നേടി എന്നല്ല, കോൺഗ്രസ് ആ വിജയത്തിന് വഴിമരുന്നിട്ട് നൽകി എന്ന് പറയുന്നതാവും ഉചിതം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒക്ടോബർ 2026 പുറത്തു വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ പുറത്തു വന്ന ആദ്യഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി എന്നാണ്. അതൃപ്തിക്ക് കാരണം കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര അധ്യക്ഷനായ നാനാ പട്ടോളെ അടക്കമുള്ളവരുടെ അടുപ്പക്കാരെയാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചു എന്നത് തന്നെയാണ്. ഈ കാരണം തന്നെയാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ ഏറ്റവും ദയനീയ പരാജയത്തിന് ഒരു കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. വ്യക്തമായി സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താതെ അമിതാത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങിയ കോൺഗ്രസിനെ ജനം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നിന്നും കാണാൻ സാധിച്ചത്. ഇത്തവണ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ മഹാരാഷ്ട്രയിലെ രൂപമായ മഹാവികാസ് അഘാഡിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. 102 സീറ്റുകളിലായിരുന്നു കോൺഗ്രസിന്റെ മത്സരം. അതിൽ 100 സീറ്റുകളിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമായും 2 സീറ്റുകളിൽ സ്വന്തം സഖ്യകക്ഷികൾക്കെതിരെയുമായിരുന്നു കോൺഗ്രസിന്റെ മത്സരം. ഇത്രയധികം സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെയും NCP നേതാവ് ശരത് പവാറും ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് നാനാ പട്ടോളയെ പോലെയുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിന് ഇത് ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. കോൺഗ്രസ് പരമാവധി സീറ്റിൽ മത്സരിച്ചാൽ പരമാവധി സീറ്റുകൾ നേടാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ അപ്പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മികച്ച പ്രകടനം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പുറത്തെടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് മത്സരിച്ച 102 സീറ്റുകളിൽ വെറും 15ഇടത്ത് മാത്രമാണ്. അതായത് 10% സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. അതേസമയം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 20ഓളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് കുറച്ചുകൂടി സീറ്റുകൾ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും NCP ശരത് പവാർ വിഭാഗത്തിനും വിട്ടു നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി തിളക്കം കുറഞ്ഞ, ഭൂരിപക്ഷം കുറഞ്ഞ ഒരു വിജയമായിരിക്കും മഹായുതി സഖ്യത്തിന് BJPക്കും സ്വന്തമാക്കാനാവുക എന്നതായിരുന്നു യാഥാർത്ഥ്യം. കോൺഗ്രസ് അതിൻ്റെ സ്വന്തം പരാജയം ഇരന്നു വാങ്ങി എന്ന് പറയാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഒരേ സമയം നരേന്ദ്രമോദിക്കും BJPക്കും വലിയ ആത്മവിശ്വാസം പകരുമ്പോൾ തുടങ്ങാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ വിമർശന ശരങ്ങളുടെ മുനയൊടിക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യം മറക്കാനാവില്ല.
എന്തായാലും കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏർപ്പുമുട്ടിയ മറ്റൊരു സംസ്ഥാനത്തു കൂടി കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജാർഖണ്ഡിൽ കോൺഗ്രസ് വിജയിച്ചില്ലേ എന്നാണ് കോൺഗ്രസ്സുകാരായ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ജാർഖണ്ഡിൽ കോൺഗ്രസ് അല്ല ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ നേതൃത്വം വഹിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച നേടിയ സീറ്റുകളാണ് ഇത്തവണ അവിടെ ഇന്ത്യ സഖ്യത്തിനെ തിരികെ അധികാരത്തിൽ എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം. അവിടെ സഖ്യവും കൃത്യമായിരുന്നു. RJDയും CPIM ലിബറേഷനും പോലെയുള്ള പാർട്ടികൾക്ക് നിർണായകമായ സീറ്റുകൾ നൽകുന്നതിലൂടെ ഒരു വ്യക്തമായ വോട്ട് കൺസോൾട്ടേഷൻ നടത്താൻ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഇന്ത്യ സഖ്യത്തിനും ജാർഖണ്ഡിൽ സാധിച്ചതുകൊണ്ടാണ് അവിടെ ഒരു വിജയം സ്വന്തമാക്കാനായത്. എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തന്ത്രമാണിത്വവും സഖ്യത്തിലെ വിള്ളലുകളുമാണ് ഇത്ര വലിയൊരു പരാജയം ക്ഷണിച്ചു വരുത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും BJPക്കെതിരായ പോരാട്ടം നേതൃത്വം വഹിക്കാൻ തങ്ങളെ കൊണ്ടാവില്ല എന്ന് കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ.